ഗുഡ് മോർണിംഗ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക് പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സ്. അതിൻ്റെ പ്രോബ്ലം ആയിരുന്നു അല്ലേ? അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ജോയിൻ്റ്ലി ബൈ 2 or more persons and their respective shares are definite and ascertainable. They shall not be assessed an association of persons in respect of such property, but they shall be assessed individually on their shares in the income from house property. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു 4 ആൾ കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, അതാണ് നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ 4 ആളുടെ ഷെയറും അസർട്ടൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനിറ്റ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഷെയർ എത്രയാണെന്ന് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബിൽഡിംഗ് നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്ത ബിൽഡിംഗ് ആണ്. അതിൽ നിന്നുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 4 ആളുടെയും സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വൽ അസസി ഇൻകം ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. ദാറ്റ് ഈസ് അസസബിൾ ഇൻഡിവിജ്വലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അസസി ഇഫ് ദ ഷെയർസ് ഓഫ് ഈച്ച് കോ ഓണർ ഈസ് ഡെഫിനിറ്റ് ആൻഡ് അസർട്ടൈനബിൾ. ഇനി അത് ബുദ്ധിമുട്ടാണ്, ഓരോരുത്തരുടെ ഷെയർ എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ജനറലായിട്ടുള്ളൊരു തിയറി പോർഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ 4 ആളിൻ്റെ പോർഷനിൽ ഒരാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആണ് എങ്കിൽ ദ ആനുവൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ഈച്ച് കോ ഓണർ ഹൂ സെൽഫ് ഒക്യുപ്പൈ ദെയർ പോർഷൻ വിൽ ബി ടേക്കൺ ആസ് നിൽ. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുക? അതുപോലെയാണ് ഡിസൈഡ് ചെയ്യുക. ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിന് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ പോലെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്പോൾ കുറയ്ക്കാനുണ്ടാവില്ല. പിന്നെ ആകെ എന്തുമാത്രം ഡിഡക്ഷൻ ഉള്ളൂ? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓർ റിപ്പയർ ഓഫ് ദി ബിൽഡിംഗ് ആയിരിക്കും. അത് മാക്സിമം 30,000 അല്ലെങ്കിൽ 2 lakhs ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അസസി അവനവൻ്റെ യൂണിറ്റ്, ഇപ്പോൾ നിങ്ങൾ 4 ഫ്ലാറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ്, 4 ഓണേഴ്സാണുള്ളതെങ്കിൽ ഒരാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ അയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീനെ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അതുപോലെ ഡിസൈഡ് ചെയ്യും. ബാക്കി 3 ആളത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി പോലെ ഡിസൈഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് തിയറി ആയിട്ട് പറയാനുള്ളത്. ഇതായിരുന്നു നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ. XYZ 3 ഫ്രണ്ട്സ് ഓണിങ് ഈക്വലി എ ഹൗസ് പ്രോപ്പർട്ടി കൺസിസ്റ്റിംഗ് ഓഫ് 6 ഐഡൻറ്റിക്കൽ യൂണിറ്റ്സ്. മനസ്സിലായല്ലോ? 6 ഫ്ലാറ്റ്സ് ആണ്, 6 ഐഡൻറ്റിക്കൽ യൂണിറ്റ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. 3 ഓണേഴ്സാണ് അതിനുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് 2 എണ്ണം വെച്ചിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. 1 യൂണിറ്റ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ബൈ ഈച്ച് വൺ ഓഫ് ദം ഫോർ ദെയർ റെസിഡൻസ്. 6 ഫ്ലാറ്റ് ഉണ്ട്, മനസ്സിലായോ? 6 യൂണിറ്റ് ഉണ്ട്, 6 ഫാമിലിക്ക് യൂസ് ചെയ്യാം. അതിൽ 3 ഓണേഴ്സാണുള്ളത്. 3 ഓണേഴ്സും ഓരോ യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. ബാക്കി ഓരോ യൂണിറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിമൈനിങ് 3 യൂണിറ്റ്സ് ദേ ലെറ്റ് ഔട്ട് ഫോർ എ മന്ത്ലി റെൻ്റ് ഓഫ് 6,000. The municipal value of the house property is 4 lakhs and municipal taxes paid amount to rupees 80,000 during the year. The other expenses, collection charges, insurance premium paid, ഇതൊന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഇൻ 1998 1,30,000 ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. എന്നാണ് ലോൺ എടുത്തത് നോക്കണം. ഓക്കെ, 1 of the let out units remained vacant for 3 months during the financial year 1920. എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു യൂണിറ്റ് എന്തായിരുന്നു? വേക്കൻറ്റ് ഫോർ 3 months ആയിരുന്നു. Mr. Y could not occupy his unit for 8 months as he was transferred to some other city. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മുടെ വീട് നമുക്ക് താമസിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് അവർ എംപ്ലോയ്മെൻറ്റ് ഇൻ സം അതർ പ്ലേസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മുടെ ഡിസ്കഷനിൽ വന്നതാണ്. ഇനി നോക്കാം.
He does not own any other house property. The other taxable income of X, Y and Z are 90,000, 1 lakh and 1,20,000 respectively. നമ്മളോട് എന്താ പറഞ്ഞത്? കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ 3 ഫ്രണ്ട്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണം. അതുമാത്രം പോരാ, വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ 3 ഫ്രണ്ട്സ് എക്സ്, വൈ ആൻഡ് സെഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 50% ഹാഫ് ആക്കാം, 2 ഹാഫ് ആക്കാം. ആകെയുള്ളത് 6 യൂണിറ്റ്സ്. 6 യൂണിറ്റ്സിൽ 3 യൂണിറ്റ്സ് ദേ ഒക്യുപ്പൈ, സെൽഫ് ഒക്യുപ്പൈ ആൻഡ് റിമൈനിങ് 3 യൂണിറ്റ്സ് ദേ ലെറ്റ് ഔട്ട്. അങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്ത ഒരു യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ദാറ്റ് വാസ് വേക്കൻറ്റ് ഫോർ 3 months. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 3 months വേക്കൻ്റ് ആയിരുന്നു. സെൽഫ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള മിസ്റ്റർ വൈക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ല. ഹി കുഡ് നോട്ട് ഒക്യുപ്പൈ ഹിസ് യൂണിറ്റ് ഫോർ 8 months. ഓക്കെ, ഇത്രയാണ് സംഭവങ്ങളുള്ളത്. പിന്നെ അതർ ഇൻകംസ് എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദി പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? We compute the income from house property as if it is owned by one person, and thereafter the income so computed will be apportioned amongst each co-owner on the basis of their share. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ആളിൻ്റെയും കൂടെ ഒരാൾ ഓൺ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഓരോരുത്തരുടെയും ഷെയർ നമുക്കറിയാം, ഓരോരുത്തരിനും എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. റൈറ്റ്? അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ 3 യൂണിറ്റ്സ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് കമ്പ്യൂട്ട് ചെയ്യാം. ദെൻ വി വിൽ മൂവ് ടു ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദി 3 SSEs. ഓക്കെ, അപ്പോൾ 50% ആണ്, ഹാഫാണ് എന്ത് ചെയ്യുന്നത്? ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഹാഫ് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു യൂണിറ്റ് വേക്കൻ്റ് ആയിരുന്നു. പ്രോപ്പർട്ടി വേക്കൻസി ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആനുവൽ വാല്യൂവിൻ്റെ ഡെഫിനിഷൻ അണ്ടർ സെക്ഷൻ 23(1) നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആനുവൽ വാല്യൂ ഓഫ് എ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് വേക്കൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ പ്രീവിയസ് ഇയർ and owing to such vacancy, if the actual rent received or receivable is less than that of the expected rent, എന്ത് ചെയ്താൽ മതി? ആക്ച്വൽ റെൻ്റ് ആണെന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ട് വേക്കൻസി ഉണ്ട് എങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് കമ്പാരിസൺ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എത്രയാണ് നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ്, അതാണ് നിങ്ങളുടെ എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് എത്രയൊക്കെയാണ്? 6,000 പെർ മന്തിനാണ്. അങ്ങനെയുള്ള 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. 3 ആളിൻ്റെ ഉണ്ട്, എക്സിൻ്റെ, വൈൻ്റെയും സെറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു മന്ത് നമ്മൾ കളക്ട് ചെയ്യുന്നത് എത്രയാണ്? 18,000 ആണ്. 18,000 പെർ മന്ത് ഈസ് കളക്റ്റഡ് ഫ്രം 3 യൂണിറ്റ്സ് അല്ലേ? അതിൽ ഒരു യൂണിറ്റിൻ്റെ എത്രയായിരുന്നു വേക്കൻ്റ് ആയിട്ടുള്ളത്? 3 months വേക്കൻ്റ് ആയിരുന്നു. 3 months വേക്കൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും? 6,000 ഒരു യൂണിറ്റിന് കളക്ട് ചെയ്യുന്നത്. 3 months വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ 18,000 നമുക്ക് റെൻറ്റ് കളക്ട് ചെയ്തിട്ടില്ല ബിക്കോസ് ഓഫ് വേക്കൻസി. അതിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ ടെനൻറ്റിന് കിട്ടിയിട്ടില്ല, ആളില്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി എത്രയായിരുന്നു കളക്ട് ചെയ്യേണ്ടിയിരുന്നത്? 18,000 ആണ് 3നും കൂടെ കളക്ട് ചെയ്യേണ്ടത്. ഫോർ ഫുൾ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 18,000 × 24 അതായിരുന്നു ആക്ച്വലി കിട്ടേണ്ടത്. പക്ഷേ അതിൽ 18,000 rupees 6,000 × 3 months വേക്കൻസി പീരീഡിൻ്റെ ഇല്ല. സോ ദ ആക്ച്വൽ റെൻറ്റ് കളക്റ്റഡ് ഈസ് അമൗണ്ടിങ് ടു rupees 1,98,000. ആക്ച്വൽ റെൻറ്റ് എത്ര കിട്ടിയോ അതാണ് നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി എക്സ്പെക്റ്റഡ് റെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇവിടെ എങ്ങനെയാണ് 2 ലക്ഷം എന്ന് ഡിസൈഡ് ചെയ്തത്? എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യുവേഷൻ മാത്രമേ നമുക്ക് തന്ന ഡീറ്റെയിൽസിലുള്ളൂ. ഫെയർ റെൻറ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ 4 lakhs ജസ്റ്റ് ഹാഫാക്കും. ഹാഫാണല്ലോ ലെറ്റ് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ ഹാഫിൻ്റെ വാല്യൂ എടുക്കേണ്ടതുള്ളൂ 2 lakhs. അതാണ് അതിൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ.
ആക്ച്വൽ റെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വൽ റെൻ്റ് കുറവാണ് ഓയിങ് ടു ദി വേക്കൻസി ഓഫ് ദി പ്രോപ്പർട്ടി ഫോർ 3 months. അതുകൊണ്ട് ആക്ച്വൽ റെൻ്റ് തന്നെയാണ് അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ വേക്കൻസി ഉണ്ടെങ്കിൽ കമ്പാരിസന് പോകണ്ട, എത്രയാണ് ആക്ച്വൽ റെൻ്റ് റിസീവ് ചെയ്തത് അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. പിന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഫ്രം വിച്ച് വി ഡിഡക്ട് ദി മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദി ഓണർ. ഇപ്പോൾ മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? മുനിസിപ്പൽ ടാക്സ് 80,000 is the amount of municipal tax paid by the owners during the previous year. 80,000 എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റിനും കൂടിയാണ് അടച്ചത്. അതിൻ്റെ ജസ്റ്റ് ഹാഫേ നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ മുനിസിപ്പൽ ടാക്സ് ഉള്ളൂ, മീൻസ് 40,000. പിന്നെ അൺറിയലൈസ്ഡ് റെൻ്റ് ഇല്ല. സോ ആനുവൽ വാല്യൂ ഈസ് 1,58,000. അത് നമ്മൾ എന്ത് ചെയ്യണം? 30% ഓഫ് ആനുവൽ വാല്യൂ ടു ബി ഡിഡക്റ്റഡ്. പിന്നെന്ത് വേണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 1,30,000 റുപ്പീസാണ്. 1,30,000 ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതിൽ ഹാഫാണ് എന്ത് ലെറ്റ് ഔട്ട് പോർഷൻ ഉള്ളത്, ഹാഫ് അല്ലേ? ഹാഫേ നമ്മൾ ലെറ്റ് ഔട്ട്, ബാക്കി സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 65,000 ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ടു ബി ഡിഡക്റ്റഡ്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ₹45,600. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3 ആളിനും ഈക്വൽ ആയിട്ടുള്ള ഷെയർ ആണുള്ളത്, 1/3 ഓരോരുത്തർക്കും ഈക്വൽ ആണ്. അപ്പോൾ ആ 45,600 ഈസ് ഡിവൈഡഡ് അമംഗ് ദി 3 ഫ്രണ്ട്സ്. 45,600 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് എത്രയാണെന്നുള്ളത് കിട്ടും. ക്ലിയർ നോ? ഇനി നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ നോക്കാം. സെൽഫ് ഓക്യുപ്പൈഡ് ആകുമ്പോൾ ആനുവൽ വാല്യൂ ഈസ് നിൽ, നിങ്ങൾക്കറിയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ എന്തുള്ളൂ? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 വരുന്ന ഒരു ഐറ്റം ഉള്ളൂ. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ ഫോർ ദ റിപ്പയർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 30,000 അല്ലെങ്കിൽ 2 lakhs. എങ്ങനെയാണ് അത് 30,000 ആണോ അല്ലെങ്കിൽ 2 lakhs ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? എന്നാണ് ലോൺ എടുത്തത് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ 31st March 1999 മുന്നേ ഉള്ള എല്ലാ ലോണിൻ്റെയും ഇൻട്രസ്റ്റ് മാക്സിമം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക 30,000 റുപ്പീസാണ്. 31st March 1999 ശേഷമുള്ള ലോണാണെങ്കിൽ നമുക്ക് എത്ര ഡിഡക്റ്റ് ചെയ്യാം? വി ക്യാൻ ഡിഡക്റ്റ് 2 lakhs. അപ്പോൾ നമ്മുടെ ലോൺ എടുത്തത് എന്നാന്നുള്ളത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പ്രത്യേകം. ദാറ്റ് വാസ് അവെയിൽഡ് ഇൻ 98 എന്ന് വെച്ചാൽ മാക്സിമം ഡിഡക്ഷൻ കിട്ടുക, ഓരോ SSCക്ക് മാക്സിമം ഡിഡക്ഷൻ കിട്ടുക 30,000 റുപ്പീസാണ്. റൈറ്റ്? അപ്പോൾ അവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 1,30,000 ആയിരുന്നു. അത് ലെറ്റ് ഔട്ട് പോർഷന് 65,000 ഫുള്ളി യു ക്യാൻ ഡിഡക്റ്റ് വാട്ട് എവർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് incurred by the SSC fully you can deduct in case of a let out property, but self occupied ആകുമ്പോൾ മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. അപ്പോൾ 30,000 owned by each co-owner you can deduct. അപ്പോൾ 65,000 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 ആൾക്കും എത്ര ഡിഡക്ഷൻ, എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കിട്ടും. 21,667 ആണ് ഓരോ SSCക്കും ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ മാക്സിമം ഉള്ളത്. 30,000 വരെ പറ്റിയിരുന്നു, പക്ഷേ ഒരാൾക്ക് എത്രയേ വരുന്നുള്ളൂ? 21,667. അവസാനത്തെ ആളുടെ കേസിൽ ദാറ്റ് ഈസ് 21,666. ദാറ്റ് ഈസ് ഫോർ റൗണ്ടിങ് ഓഫ് പർപ്പസ്. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്താൽ അവിടെ പിന്നെ എന്തില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ 3 co-owners 21,667. റൈറ്റ്? ഇനി നമ്മൾ ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അകത്തുനിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും ബാക്കി ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വേറെ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 2 lakhs rupees മാക്സിമം ഫ്രം ദി അസസ്മെൻറ്റ് ഇയർ 18-19 ഓൺവേർഡ്സ് അല്ലേ? ഇനി അത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ the loss on account of interest on loan up to a maximum of 30,000 in relation to each self-occupied house you can set off.
First, against income from other house property, and the balance of such loss can be set off against income under any other head of income. അത്രേ വരുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം. 30,000 മാക്സിമം ലോസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ലോൺ അവെയിൽ ചെയ്തത് 31 മാർച്ചിന് മുന്നേ ആണെങ്കിൽ കിട്ടുള്ളൂ. ലോസ് അത്രേ വരുള്ളൂ. അപ്പോൾ ആ ലോസ് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നത് 45,600 ആയിരുന്നു. അത് മൂന്നാൾക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ 15,200 ആണ്. ദാറ്റ് 15,200 ഇൻകം വി ക്യാൻ യൂസ് ഫോർ സെറ്റിംഗ് ഓഫ് ദി ലോസ് ഓഫ് 21,667. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 6,467 ഓരോരുത്തർക്കും. പിന്നെ അതർ ടാക്സബിൾ ഇൻകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതർ ടാക്സബിൾ ഇൻകത്തിൽ നിങ്ങൾക്ക് അതും കൂടെ സെറ്റ് ഓഫ് ചെയ്യാം. അതേ അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ, അതേ പ്രീവിയസ് ഇയർ ആണെങ്കിൽ. ഓക്കെ, ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതായതുകൊണ്ട്. എനിവേ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ 3 അസസീസ് അമൗണ്ട്സ് ടു ₹83,533, 93,533 ആൻഡ് സെഡിൻ്റെ കേസിൽ ദാറ്റ് ഈസ് 1,13,534. ഓക്കെ.